ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ തോരൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് ഐറ്റംസ് വെച്ച് അധികം സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ മീൻ പീര ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് മീൻ തോരൻ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ടിന്നിൽ കിട്ടുന്ന ടൂണ അല്ലെങ്കിൽ ചൂര മീൻ വെച്ചിട്ടാണ് തോരൻ തയ്യാറാക്കുന്നത്. ഇതുപോലെ 2 ടിന്ന് ഫിഷാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള മീനാണ്. ഓയിലിലോ വെള്ളത്തിലൊക്കെ ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫിഷ് കിട്ടാറുള്ളത്. ഞാനിപ്പോൾ ഈ ഓയിൽ കളഞ്ഞ് ഫിഷ് ഒന്ന് കഴുകിയെടുത്ത ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 2 വലിയ സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തത്, ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്ന ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2-3 തണ്ട് വേപ്പില ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ദശക്കട്ടിയുള്ള ഏത് മീൻ വെച്ചും നമുക്ക് ഈ ഒരു തോരൻ റെഡിയാക്കാവുന്നതാണ്. ഫ്രഷ് മീൻ എടുക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത ശേഷം മീനിലെ മുള്ളെല്ലാം കളഞ്ഞ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ നമുക്ക് തോരൻ റെഡിയാക്കാൻ പറ്റും. 1-2 മിനിറ്റ് കൈവിടാതെ തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം 1 കപ്പ് നാളികേരം കൂടി ചേർത്ത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഫിഷിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കേണ്ടതുള്ളൂ. ഫിഷും നാളികേരമൊക്കെ നന്നായി യോജിച്ച് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് കുറഞ്ഞ് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ നമുക്ക് ഈ തോരന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ ചെറിയ ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഫിഷ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.